നമ്മുടെ ഇന്നത്തെ ക്ലാസ് മോശയെക്കുറിച്ചാണ്. മോസസ് ആസ് എ ലീഡർ. അതെങ്ങനെയാ അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക? മോശ എന്ന നേതാവ്, ഒരു നേതാവ് എന്ന നിലയിൽ മോശ. വേറൊരാൾക്കും കൂടെ പറയാം. മോസസ് ആസ് എ ലീഡർ എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാ? മോശ നേതാവായിരുന്നു. ഓക്കെ. നായകനായ മോശ, അതായിരിക്കും അതിൻ്റെ കുറച്ചുകൂടെ നല്ല. മറ്റൊന്നും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞേ. നായകനായ മോശയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഏതാ ജനനവും ഒന്നിലേക്കും ആ ലീഡർഷിപ്പ് തൊട്ടുള്ളതാ ഞാൻ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ലീഡർഷിപ്പിൻ്റെ കോഴ്സ് പഠിക്കുമ്പോൾ മോശയെക്കുറിച്ച് പഠിക്കാതെ പോയാൽ അത് മോശമാണ്. അതുകൊണ്ട് വി ഹാവ് ടു ലുക്ക് ഇൻ ടു. ഞാൻ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ 3 തലത്തിൽ നിന്ന് ഞാൻ ആളുകളെ കൊണ്ടുവന്നേ. ആദ്യം നെഹമ്യാവ്. അദ്ദേഹം പുരോഹിതനോ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അൺഅനോയിൻറ്റഡ് ലീഡറായിരുന്നു. ആര്? നെഹമ്യാവ്. അഭിഷേകം ചെയ്യപ്പെടാത്ത ഒരു നേതാവ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ കേട്ടാൽ നമുക്ക് ഭ്രാന്ത് വരില്ലേ? അഭിഷേകം ഇല്ലാത്തവൻ എന്തൊരു നേതാവാണെന്ന് ചോദിക്കല്ലേ? നോബഡി അനോയിന്റഡ് ഹിം. ആരും അവനെ എന്ത് ചെയ്തിട്ടില്ല? അഭിഷേകം ചെയ്തിട്ടില്ല, അല്ലേ? അൺഅനോയിന്റഡ് നെഹമായ. അവൻ വിളിക്കപ്പെട്ടവൻ ആ ദൗത്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നോബഡി അനോയിന്റഡ് ഹിം. കുറച്ചുകൂടെ അവൻ്റെ ദൗത്യം നോക്കിക്കഴിഞ്ഞാൽ പുരോഹിതന്മാരെ പോലും ശുദ്ധീകരിച്ചവൻ ആര്? ഇവൻ. രണ്ടാമത് കണ്ടത് പൗലോസാ. അത് കോൾഡ് അനോയിന്റഡ്, അപ്പോയിന്റഡ്, കമ്മീഷൻഡ്, അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെട്ട് അഭിഷേകം പറയപ്പെട്ട് സമാനതകൾ പറയാനില്ലാത്ത, തുല്യം പറയാനില്ലാത്ത പൗലോസിൻ്റെ ഒപ്പം നിൽക്കാൻ വേറെ ആരുമില്ല. യേശുക്രിസ്തുവിൻ്റെ അനുകാരിയായിട്ട് എല്ലാ അർത്ഥത്തിലും ജീവിച്ച ഒരു മനുഷ്യരായിരുന്നു. നമ്മൾ വേണേ അത് പൗലോസ്. ഞാൻ മൂന്നാമതൊരാളെ എടുക്കുന്നു, മോശ. ഈ ആദ്യത്തെ 2 പേരിലും നോക്കിക്കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേ ആർ ക്വാളിഫൈഡ്. അവർ പറഞ്ഞാൽ കേൾക്കുന്ന അവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു അവർ 2 പേർക്ക്, അല്ലേ? നെഹമ്യാവ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകന. 4 പേര് പറഞ്ഞാൽ ഹി ഹാസ് എ ഗുഡ് പൊസിഷൻ, നല്ലൊരു സ്ഥാനം ഉണ്ട്. ബട്ട് ഇനി പൗലോസ് തന്നെ, അല്ലേ? തൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കൊടുക്കുന്നുണ്ട്, ബയോഡാറ്റ കൊടുക്കുന്നുണ്ട് ഒരുത്തരത്ത്, അല്ലേ? എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ. ഇങ്ങനെ തൻ്റെ ഒരു ബയോഡാറ്റ വായിച്ചു നോക്കിയാൽ എൻ്റെ അപ്പ ഓവർ ക്വാളിഫൈഡ് ആവുള്ളി. ഞാൻ പറഞ്ഞ ആളുകൾ കേട്ടേ പറ്റൂ. ഗമാലിയലിൻ്റെ പാതപീഠത്തിരുന്ന് പഠിച്ചവൻ, റോമ പൗരത്വമുള്ള എന്നാ ഇത് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആരാന്നറിയാമോ? എൻ്റെ ഭാഷ പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ നമ്മുടെ പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളുണ്ടല്ലോ, ആരാ? KR നാരായണൻ, അല്ലേ? അതേപോലത്തെ ഒരു മനുഷ്യൻ. ആരാ? പുള്ളി കൊച്ചുനാൾ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. എന്തുവാ പറഞ്ഞേ? എനിക്ക് ഇന്നാരുടെ വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ചാൽ മതി എന്നാ പറഞ്ഞു പുള്ളി. കേട്ടിട്ടുണ്ടോ അത്? ഓ, അങ്ങനെ പുള്ളിയുടെ കൂടെ പഠിക്കുന്ന ഒരുത്തൻ്റെ വീട്ടിലൊരു ദിവസം കാണാൻ ചെന്നവൻ്റെ പട്ടിക്ക് കൊടുത്തേക്കുന്ന ഭക്ഷണവും പട്ടിക്ക് കൊടുക്കുന്ന പാത്രവും പട്ടി താമസിക്കുന്ന കൂടും കണ്ടു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ വന്നൊരു ദിവസം സ്കൂളിൽ ടീച്ചർ ഓരോരുത്തരോട് ചോദിച്ചു, നിനക്ക് ആരാവണമെന്നാ. നാരായണൻ്റെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, നിനക്ക് ആരാവണമെന്ന് ചോദിച്ചു. എനിക്ക് ആ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞു, അവൻ്റെ വീട്ടിലെ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതിയെന്ന്. അവനെയാ ദൈവം ഉയർത്തിയത്.
അവനാ ദൈവം ഉയർത്തിയത്. ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പ്രഥമ പൗരനായിരുന്നു എന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിയ ഒരു മനുഷ്യനാണ് കേരള. കാണാനൊന്നും വലിയ പേഴ്സണാലിറ്റി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പുള്ളി പാടിയ പോലെ ആരാ, ഘോരവെയിലിൽ കറുത്തിരുണ്ടിരുന്നാലും, ഇവിടെ അല്ലല്ല കുമാരനാശാനെന്ന് പറയും, ഇത് ആത്മീയ ഗീതാവലിയ. ഘോരവെയിലിൽ കറുത്തിരുണ്ടിരുന്നാലും പ്രിയൻ കാണുന്നുണ്ടതി സൗന്ദര്യം നിന്നിൽ, സ്ത്രീകളിൽ അതിസുന്ദരി. C.S. മാത്യുവിൻ്റെ പാട്ടായത്. ഞാൻ പറഞ്ഞ രാഷ്ട്രം അതുപോലത്തെ കേദാര്യ കൂടാരങ്ങളെ പോലെ കറുത്തിരുന്നതായിരുന്നു ഞാൻ. അപ്പം അവൻ ആ സ്ഥാനത്തേക്ക്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിയൊക്കെ രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. കാരണം വിവരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമൊക്കെ അതിന് സ്വാധീനമുള്ള, അതിൽ ഇംഗ്ലണ്ടിലേക്ക് പോയി പഠിക്കാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷെ ഈ മനുഷ്യൻ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാവാൻ ആഗ്രഹിച്ചവനാണ്. നമ്മൾ ലോകമനുഷ്യൻ ഒത്തിരി പഠിക്കാനുണ്ട്. ദൈവം ഒരു മനുഷ്യനെ ഉയർത്താൻ തീരുമാനിച്ചാൽ അവിടെയൊക്കെ ജീവിതത്തെ ദൈവം മാറ്റിയ കഥകൾ നമ്മൾ വായിച്ചാൽ സ്പീക്ക്. മോശാരാ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ എന്നാന്നൊരു അടിമപാൽ, മിസ്രൈമിലെ അടിമ, ഇഷ്ടിക തൊഴിലാളിയുടെ അടിമ എന്നാണ്. അവനെ ദൈവം തമ്പുരാൻ ഉയർത്തിയിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവം തമ്പുരാൻ മോശയോട് പറയുന്നൊരു പദം ഒരിക്കലുണ്ട്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന്. ദാറ്റ്സ് എ ബിഗ് തിങ്. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുക. അതൊന്ന് ആരാ ഫറവോൻ? അന്നത്തെ എതിര് നിൽക്കാൻ ആരുമില്ലാത്ത ഒരുത്തനവൻ. ലോക സാമ്രാജ്യം, ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുക. മോശയോട് പറയുക, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ നേതാവ്, വിമോചകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പദം അതാ. ഞാൻ നിന്നെ ഫറവോന് ദൈവമായിരിക്കുന്നു. നീ പറഞ്ഞല്ലാതെ ഇവൻ ഒരു വിരളും എന്തിയത്തില്ല, അനക്കില്ല. എങ്ങനെ ഈ മനുഷ്യൻ അങ്ങനെ എത്തിയേ? ജന്മം കൊണ്ട് അവിടെ എത്താൻ യാതൊരു യോഗ്യതയില്ലാത്തവൻ. ദാവീദിൻ്റെ ഭാഷ എടുത്താൽ ഞാൻ പറയാം, അപ്പനും അമ്മയും ഉപേക്ഷിച്ച് ആറ്റിക്കൊണ്ടിട്ടതാ ഇവനെ. നമ്മുടെ തൊടുപുഴ മേഴ്സി ഹോമിൽ ഒരു അലക്സ് എന്ന് പറഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്, പഠിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, പാസ്റ്റർ മോനായിട്ടിരിക്കുക. അപ്പനും അമ്മയും ചാക്കിക്കെട്ട് പുഴയെ കൊണ്ടിടാൻ പോയതായനെ. അമ്മ വേണമെങ്കിൽ അപ്പന് പിന്നെ വേറെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവനെ അവിടെ ഒരു അധികപ്പറ്റായതുകൊണ്ട് ഇവനെ ഒരു ചാക്കി കെട്ടിയിട്ട് മൂവാറ്റുപുഴ ആകെ കൊണ്ടിടാനായിട്ട് പോയതാ. അങ്ങനെ ആരാണ്ട് കണ്ട് ഈ ചാക്ക അനങ്ങുന്ന കണ്ട് പിടിച്ചിറക്കി. 8 ആഴ്ച നോക്കിയപ്പോൾ ഒന്നാമതൊരു നല്ല കൊച്ച് എടുത്ത് നമ്മുടെ തൈമ ഭാഷക്ക് കൊണ്ടു കൊടുത്തു. തൈമ ഭാഷ ഒന്ന് മേഴ്സികവും നടന്ന കാലം. അലക്സ് അവിടെ ഉണ്ട് ഇപ്പം, ആ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട്. അപ്പനും അമ്മയോ മേടിച്ചവനാ. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് അന്വേഷിച്ച് വന്നു. അവൻ പറഞ്ഞു, ഏയ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അവനറിയില്ല, അവൻ്റെ അമ്മയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജീവിതം കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ദൈവത്തോട് കടപ്പാടുള്ളൊരു കാര്യം. അപ്പം ജന്മം കൊണ്ട് ഇവന് അങ്ങനെ രാജ്യ നിയമങ്ങൾ പോലും എതിരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവൻ ജനിക്കുന്നതിനെല്ലാം എന്തിനെ കൊന്നുകളയണമെന്നൊരു നിയമമുണ്ട്. അവസാനം ഒളിപ്പിച്ചു വെച്ചു, ആറ്റിക്കൊണ്ട് കളഞ്ഞു. അവിടുന്ന് എന്തൊക്കെയോ ദൈവം തമ്പുരാൻ്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഞാനൊരു കാര്യം പറയാം, നിന്നെക്കുറിച്ച് ദൈവം ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തടയാൻ
ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. നീയായിട്ട് തടയരുതെന്നേ ഉള്ളൂ. ചില ആളുകൾ ഞാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകും. നോ, ആരെ കൊണ്ട് കഴിയില്ല. നോ പഠിക്കാൻ നോക്കാം നമ്മുടെ മോശയുടെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് ബാല്യത്തിലേക്ക് നോക്കുന്നില്ല, ഞാൻ അവൻ്റെ ജീവിതത്തിൽ നമുക്കൊരു നേതാവ്, ഒരു നായകൻ എന്നുള്ള രീതിയിൽ മോശയിൽ കാണുന്ന ചില കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോശയെക്കുറിച്ച് വേദപുസ്തകത്തിൽ 852 പ്രാവശ്യം എഴുതിയേക്കുന്നത്. മോശയെക്കുറിച്ച് വേദപുസ്തകത്തിൽ 852 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ ബിഗ് തിങ്. ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മെക്കുറിച്ച് 852 പ്രാവശ്യം പരാമർശിക്കുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. അതാ എനിക്ക് വലിയ സന്തോഷമില്ല. എന്നെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രാവശ്യം. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പേര് എവിടെയോ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നോക്കുന്നത് എവിടാ? അതെവിടാന്നാ. എനിക്ക് ഞാൻ ചുമ്മാ ഗൂഗിളിൽ കയറി നോക്കും. വേറൊന്നുമല്ല, ആരെങ്കിലും എൻ്റെ പേര് എവിടെയെങ്കിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. ചുമ്മാ ഒരു ദിവസം ഞാൻ ഗൂഗിളിൽ കയറി ഡാനിയൽ എഴുതി അടുപ്പിച്ച് നോക്കി. എൻ്റെ അപ്പോൾ അതാ വരുന്നു എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പോലും അറിയാതെ പല സാഹിബിമാർ എൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടേക്കോ പറഞ്ഞത്, ഞാൻ എവിടേക്കോ എഴുതിയത് ഇവരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത്. അപ്പം മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ സത്യഗ്രന്ഥത്തിൽ 852 പ്രാവശ്യം കർത്താവ് തന്നെ പറഞ്ഞില്ലേ മോശയെക്കുറിച്ച്? അതോ മാത്രമോ കർത്താവിൻ്റെ മറുരൂപമലയിലേക്ക് വരാനുള്ളൊരു വലിയ ഭാഗ്യം ആർക്ക് കിട്ടി? ഈ മനുഷ്യന് കിട്ടിയെന്ന് പറഞ്ഞാൽ ടു ബി വിത്ത് ദ സൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ രക്ഷണ്യ വേലയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം അയച്ച യേശു ക്രിസ്തുവിനോടുകൂടെ ആ മലയിലൊന്ന് വരാനും നിൽക്കാനും കഴിയാന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പദവിയാണെന്നറിയാമോ? അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കിയേ. ഒരു അടിമത്തൊഴിലാളിയുടെ മകൻ മരിക്കാൻ വേണ്ടി നദിയിലേക്ക് എറിയപ്പെട്ടവൻ. കർത്താവിൻ്റെ ഒപ്പം നിൽക്കാൻ ദാറ്റ്സ് എ ബിഗ് തിങ്. അവിടെ ഒന്നും പറഞ്ഞില്ല. അല്ല, കണ്ടിട്ടില്ല ചില ആളുകളുടെ ചുമ്മാ ഒപ്പം നിന്നിട്ടൊരു സെൽഫി മതി അവർക്ക്, വേറെ ഒന്നും വേണ്ട. ഒപ്പം നിന്നിട്ടൊരു സെൽഫി എടുക്കാനായിട്ടൊന്നുമില്ലേ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് അല്ലേ, യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ. പഴയ പ്രവാചകന്മാർ മുഴുവൻ ഇവനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അത് ഞങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ എന്നിങ്ങനെ അവർ വിശ്വാസത്തിൽ കാണുമ്പോൾ മോശയ്ക്ക് ജഡാവതാരമെടുത്ത യേശുവിനെ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വലിയ കാര്യമാണെന്നറിയാമോ? എങ്ങനെയായി മനുഷ്യൻ എങ്ങനെയായേ? ഞാൻ പറഞ്ഞല്ലോ, ജന്മം കൊണ്ട് ഒരു അർഹതയില്ലാത്ത മനുഷ്യൻ, കർമ്മം കൊണ്ടും. കർമ്മം എന്ത്? കൊലപാതകൻ, വഴക്കാളി, ചുമ്മാ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് നാട്ടുകാരെ പിന്നെ തല്ല് വാങ്ങിക്കത്തില്ല, കൊടുക്കത്തേ ഉള്ളൂ. ഇവൻ ഇങ്ങനത്തെ ഒരുത്തന് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് എത്ര വലിയ ജീവിതമാണെന്നറിയാമോ? എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ആയേ? അപ്പോൾ ഞാൻ പറഞ്ഞു, മോശയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഞാൻ ആരംഭിച്ച കാര്യം ഇതാ. എന്തുവാ? 852 പ്രാവശ്യം ഇവൻ്റെ പേര് ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഹീ ഈസ് സംതിങ്. എനിക്ക് തോന്നുന്നില്ല യേശുവിൻ്റെ പേര് പോലും അത്രയും പ്രാവശ്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാണത്തില്ല. യേശു എന്നുള്ള പദം അത്രയും പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണില്ല. അത് നോക്കിക്കുകയാണെങ്കിൽ സാധ്യത കുറവാണ്. കാരണം പഴയ മുതലും കൂടെ മോശമുള്ളതുകൊണ്ട്. ഹൗ മെനി ടൈം ജീസസ് മെൻഷൻഡ് ഇൻ ദ ബൈബിളിൽ നിന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും പുള്ളി. മൂപ്പർക്കെല്ലാം അറിയാമല്ലോ. ശരി, മോശയെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാനുള്ളൊരു അവൻ്റെ എസ് എ ലീഡർ, നേതാവ് എന്നുള്ള രീതിയിലാണ്. ബാക്കിയൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ. അവൻ്റെ അപ്പനാരാ അമ്മയാരാ കുടുംബം വന്നതാ.
നമ്പർ 1, ഇറ്റ്സ് എ മാൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ മനുഷ്യനാണ്. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം. വിശ്വാസത്താൽ മോശ, ദ ഫസ്റ്റ് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ മോശയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് എന്നാണെന്നറിയാമോ? ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അവൻ വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. നമുക്കും ഉണ്ട് വിശ്വാസം. പക്ഷെ മോശ വിശ്വസിച്ച പോലെയുള്ളതോ മോശ വിശ്വസിച്ചവനിലുള്ള വിശ്വാസമോ അല്ലെന്നേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. നോക്കാം എവിടെ അത്. 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിലാ നമ്മൾ വായിക്കുന്നത്. വായിച്ചൻ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ. ദ ഫേസ്, മോശയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബർത്ത്. ജനനത്തിൽ തൊട്ടേ മോശയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, സ്വാധീനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി അങ്ങോട്ട് വായിച്ചോ. ഇനി 24. വിശ്വാസത്താൽ, അപ്പം ആദ്യത്തെ വിശ്വാസത്താൽ ജനിച്ചു, വിശ്വാസത്താൽ വളർന്നു. അടുത്തത് 24. വിശ്വാസത്താലുള്ള തെരഞ്ഞെടുപ്പ്. അടുത്തത് പോട്ടെ. 27. വിശ്വാസത്താൽ, അതില്ലയോ? അത് പോയി ഇടയ്ക്ക് വെച്ച്. ജനിച്ചതും വളർന്നു. വിശ്വാസത്താൽ 29, 28. വിശ്വാസത്താൽ 29. അപ്പൊ നോക്കിക്കേ, he was a man of faith. ജനനം തൊട്ട് കാണാം. 2, മോശയെക്കുറിച്ച് അടുത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഹി വാസ് എ മാൻ ഓഫ് മീക്ക്നെസ്. സൗമ്യനായൊരു മനുഷ്യനാണ്. അത് നമ്മൾ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എഴുതിക്കോ. 2, ഹി വാസ് എ മാൻ ഓഫ് മീക്ക്നെസ്. എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ മനുഷ്യൻ. ഞാൻ പറഞ്ഞു, അവൻ ജന്മം കൊണ്ട് സൗമ്യനൊന്നും അല്ലായിരുന്നു. അവൻ മിസ്രൈമിൽ പഠിച്ചതൊന്നും എന്തല്ല, സൗമ്യതയുടെ ലെസൺസ് അല്ല, പാഠങ്ങളല്ല. മിസ്രൈമിയുടെ ലെസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അടിക്കടിയാ. പക്ഷെ മോശയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇറ്റ്സ് എ മാൻ ഓഫ് മീക്ക്നെസ്. ഗൂഗിളിൽ അടിക്കേണ്ട ഒരു മാൻ ഓഫ് മീക്ക്നെസ് അടിച്ചാൽ ഉടനെ കിട്ടും. നമ്പേഴ്സ് 12:7 വായിച്ചോ. എൻ്റെ ദാസനായ മോശ, എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല. അത് അവൻ്റെ വിശ്വസ്തതയെ കുറിച്ചാണ്. മീക്ക്നെസ്സിനെ കുറിച്ച് വേറെ വാക്യമുണ്ട്. ഭൂതലത്തിലൊക്കെയും, ഈ വാക്യം കളയണ്ട, അത് 3-ാമത്തെ ആയിട്ട് എഴുതിക്കോ. 3-ാമത്തെ പോയിന്റ് എഴുതിക്കോ. മോശ ഫെയ്ത്ത്ഫുൾ. 12:3 അത് അജയൻ? യെസ് അത് തന്നെ. ഏതാത്? നമ്പേഴ്സ് 12:3. മറ്റേതേതാ ഫെയ്ത്ത്ഫുൾ എന്നുള്ളതിന്? 12:7. യെസ്, 12:7 അത്. അപ്പൊ മോശയെക്കുറിച്ച് നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പലരുടെയും ധാരണ, ഞാനൊരു കാര്യം പറയാം, മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. സൗമ്യത എന്ന് പറയുന്നത് ബലഹീനതയല്ല. സൗമ്യത എന്ന് പറയുന്നത് നിന്റെ ബലമാണ്. കാരണം എല്ലാ കാര്യം കൊണ്ടും പറ്റില്ല. വഴക്കടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, മിണ്ടാതിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. വേണമെങ്കിൽ നോക്കിക്കോ. അത് ആത്മീയ ബലമുള്ളവന് മാത്രമേ സാധിക്കത്തുള്ളൂ. എസ്ക്യൂ ഉള്ളവന് മാത്രമേ, എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് ശക്തനായ ഒരുത്തന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടു ബി മീക്ക്. അപ്പോൾ ഒരുത്തൻ നീ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്നെങ്കിൽ നിന്നേക്കാ
വിവരമില്ലാത്തവനും പൊട്ടനാണെന്നും ഒന്നും വിചാരിക്കരുത്. അവൻ നിന്നേക്കാൾ ശക്തനാണെന്ന് ഓർത്താൽ മാത്രം മതി. അതല്ലേ കർത്താവ് പറയുന്നത്? എന്താ പറഞ്ഞു കർത്താവ്? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അത് കർത്താവിൻ്റെ വീക്ക്നെസ് ആയിരുന്നോ? ദാറ്റ് വാസ് എ സ്ട്രെങ്ത്. എന്നിട്ട് പറയുന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ. സി, ചില പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തോ കേട്ടോണ്ടായിരുന്നേ, വാ തുറന്ന് വല്ലതും പറഞ്ഞുകൂടായിരുന്നു. അല്ല, മിണ്ടാതിരിക്കുന്ന മനുഷ്യനെ പോലും എന്ത് ചെയ്യും? ഇളക്കി വിട്ട് അടിയും പേടിപ്പിച്ചേച്ച് മിണ്ടാതെ അവിടെ ഇരുന്നതാ. ഇറങ്ങണോ, പോളോ, താനൊക്കെ ഒരു ആണാണോ എന്നൊക്കെ ചോദിച്ച് എന്തോ ഇത് പറഞ്ഞു വിട്ട് അടിയും കിട്ടിയപ്പം സമാധാനമായി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ വരുമെന്ന് അറിയാനാണ് നമ്മൾ കൊണ്ടാണ്ടിരുന്നേ. സൗമ്യത ഒരിക്കലും നമ്മുടെ ബലഹീനതയല്ല. ഹി വാസ് മാൻ ഓഫ് മീക്ക്നെസ്. സൗമ്യനായൊരു മനുഷ്യനായിരുന്നു. മോശയുടെ ജീവിതം നമ്മൾ അടുത്ത് പഠിച്ചാൽ നമ്മൾ മറ്റേത് ഇപ്പോൾ എഴുതി, ഹി വാസ് എ വിശ്വസ്തനായിരുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഏതാ? വിശ്വസ്തരെ കിട്ടാനില്ല. എങ്ങുമില്ല. ഭാര്യ ഭർത്താവിനോടും വിശ്വസ്തയില്ല, ഭർത്താവിന് ഭാര്യയോട് വിശ്വസ്തയില്ല. അതുകൊണ്ടാണല്ലോ മൊബൈൽ ഫോണിന് എന്തുവരെയുണ്ട്. ആ ആ എന്തെല്ലാന്നറിയാമോ? നമുക്കിതൊന്നുമില്ല. നമ്മുടെ ഫോൺ ആർക്ക് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ, കാരണം നമ്മളെപ്പോഴും ഒരു സാധനം പൂട്ടി വയ്ക്കുക. ദർ ഈസ് സം സീക്രട്സ്. ഈ ചില ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഒരു ബാഗും കക്ഷത്ത് വെച്ചിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. ഇത് കൺവെൻഷൻ ചെയ്ത് പ്രാർത്ഥിക്കാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതവിടെ വെച്ചിട്ട് വരില്ല, ഇരിക്കുന്ന കസേര വെച്ചിട്ട് വരില്ല, മുഴുവൻ രഹസ്യ. വേണം രഹസ്യം സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് ഈ ട്രിപ്പിൾ ലോക്കൊക്കെ ഇട്ട് ഇതിൻ്റെ ആവശ്യം എന്തോ ഇതിന്? അല്ലല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം അത് ശരിയാണ്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. എനിക്ക് ലോക്ക് ഏതാണെന്ന് പോലും അറിയില്ല. യു വാസ് ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തനായിരുന്നു. വിശ്വസ്തതയുടെ വേറൊരു ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ ഒരാളുടെ പാസ്ബുക്ക് നിങ്ങളെ തന്നയച്ച് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളെ തന്നയച്ചു. ബാങ്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ തന്നു. നിങ്ങൾ തുറന്ന് നോക്കുകയോ ഇല്ലയോ? ശരി, എമൗണ്ട് നോക്കില്ല, അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ആ ഒരു നോട്ടത്തിന് കുഴപ്പമില്ല. എന്നാൽ ബാലൻസ് എത്ര ഉണ്ടെന്നറിയാനാണെങ്കിലോ? അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു ലെറ്റർ വന്നു, പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളിങ്ങനെ തുറന്നതിൻ്റെ ഇടയിൽ കൂടെ വായിച്ചു നോക്കുക. അതെ, വെളിച്ചത്തൊക്കെ എന്തായത് സംഭവം? എന്തിനാ അതിൻ്റെ ആവശ്യം? യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. നീയേ വിശ്വസ്തനല്ല. നോ, നിനക്കതിനകത്ത് തന്നെ കാര്യമുള്ളേ. ഇപ്പം പിന്നെ ഇല്ലൻ്റിലൊന്നും ആരും എഴുത്ത് അയക്കാറ് ഇല്ല. പണ്ട് അയച്ചിരുന്ന കാലത്തെ കഥകളാണ് ഞാൻ ഈ പറയണതൊക്കെ. മറ്റൊരുത്തൻ്റെ സീക്രട്ട് അറിയാൻ നമുക്ക് എന്നാ ആകാംക്ഷയാണെന്നറിയാമോ? അല്ലേ? എന്താകാംക്ഷ നമുക്ക്. ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പോളിസി ഞാൻ അറിയേണ്ടതാണെങ്കിൽ എന്നോടൊന്ന് പറയും. അല്ലാത്ത ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഒരു മരണം നടന്നായിരുന്നു, ഒരു വിശ്വാസിയുടെ. നമ്മുടെ സഭ വിട്ടുപോയ ഒരാളുടെ ഒരു മരണമായിരുന്നു. അപ്പോൾ ന്യായമായിട്ട് അറിയാൻ കുറച്ചുകൂടെ ആകാംക്ഷ നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മുടെ സഭ വിട്ട ഒരാളൊരു അപകട മരണം അല്ലെങ്കിൽ ഒരു സ്വാഭാവികമല്ലാത്തൊരു മരണത്തിൽ പെട്ടു എന്ന് കേൾക്കുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ ആകാംക്ഷ. എനിക്കറിയണ്ട. എന്നാൽ ഇന്നലെ ആ മരണം എങ്ങനെയായിരുന്നു എന്ന് ഒരാൾ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. ഇന്നലെ എനിക്ക് സങ്കടം തോന്നി, ആ മനുഷ്യൻ അങ്ങനെ മരിച്ചല്ലോ എന്ന് കേട്ടിട്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറായിരുന്നു മരിച്ച അയാളുടെ, ആത്മഹത്യ ചെയ്ത അയാളുടെ പോക്കറ്റിൽ കിടന്നത്. പോലീസ് ഉടനെ ഇദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അദ്ദേഹമായിരുന്നു പിന്നെ എല്ലാം ചെയ്യേണ്ടത്.
നീ അറിയേണ്ടതാണെങ്കിൽ എന്നായാലും നീ എന്തു ചെയ്യും? അറിയും. എന്നാലും എനിക്ക് ഒട്ടും തോന്നില്ല അയാൾ സഭ വിട്ടുകൊണ്ട് ദൈവം അദ്ദേഹത്തോട് കാണിച്ച ന്യായവിധിയാണെന്നൊന്നും എനിക്ക് ഒട്ടും തോന്നില്ല. എനിക്ക് സഹതാപമേ തോന്നില്ല. ആ മനുഷ്യന് അങ്ങനെ സംഭവിച്ചല്ലോ, ഇനി അതങ്ങനെ ആർക്കും സംഭവിക്കല്ലേ എന്നറിയാതെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുക. നമുക്ക് മറ്റുള്ളവരുടെ രഹസ്യം അറിയുന്നതിൽ ഒരു വല്ലാത്ത ആഗ്രഹമുണ്ടോ? അതിൻ്റെ അർത്ഥം നീ വിശ്വസ്തനല്ലെന്നാണ്. യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. മോശ വിശ്വസ്തനായിരുന്നു. എവിടൊക്കെ വിശ്വസ്തനായിരുന്നു എന്നാണ് പറയണത്? ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ മോശ വിശ്വസ്തനായ. അത് എഴുതണമെന്നില്ല, നമുക്ക് മോശ വിശ്വസ്തനായിരുന്നു എന്ന് മാത്രം മതി. അടുത്തത് മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരുത്തനായിരുന്നു. ഹി ഹാഡ് എ ഫിയർ ഓഫ് ഗാഡ്. ദൈവഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു അത് മോശ. ദൈവ ഭയമുള്ള ഒരു മനുഷ്യൻ. നാലാമത്തെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? നാലാമത്തെ പോയിന്റ്. മോശ ദൈവഭയമുള്ള ഒരുവനായിരുന്നു. മോശയുടെ ജീവിതത്തെ മുഴുവൻ നിങ്ങൾ നോക്കിക്കോ. മോശ ദൈവത്തോട് ഒത്തിരി ക്ലോസ് ആയിരിക്കുമ്പോൾ തന്നെ ദൈവഭയം മോശയ്ക്ക് എന്ത് ചെയ്തിരുന്നില്ല? നഷ്ടപ്പെടുന്നില്ല. ഒരു ദിവസം ദൈവത്തെ പോലും മോശ തടഞ്ഞു നിർത്തുന്ന ഒരു സമയമുണ്ട്. നീ എന്നെ വിട്, ഞാൻ ഈ ജനത്തെ പോയി നശിപ്പിക്കാൻ പോകാന്നൊരു സമയം ഓർക്കുന്നു നിങ്ങൾ പറയുന്നത് ഇല്ലേ? എന്നെ വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശ ദൈവത്തെ തടഞ്ഞു നിർത്തിയ പോലെയാണ്. നോ, യു കൻ നോട്ട് ഡു ഇറ്റ്. നിനക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഇടിവിൽ നിൽക്കുക മോശ. എന്നിട്ട് മോശ നീ എന്നെ വിട്, ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞ സ്വോത്രം കർത്താവേ, നീ ഇത് എന്ന് ആക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു. നീ എന്നെ വിട്. മോശ പറഞ്ഞു ഇല്ല. ദൈവമേ, നീ എന്തോ ഈ പറയുന്നേ? നീ എന്തോ ഈ കാണിക്കുന്നേ? വിളിച്ചിറക്കി കൊണ്ടുവന്ന ജനത്തെ നിനക്ക് കനാൻ ദേശത്ത് നീ വാഗ്ദത്തം ചെയ്ത പോലെ കനാൻ ദേശത്ത് കൊണ്ട് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് നീ അവരെ വഴിയിലിട്ട് നശിപ്പിക്കുമെന്ന് ജനം പറയത്തില്ലേ എൻ്റെ ദൈവത്തെക്കുറിച്ച്? നോ, ഞാൻ സമ്മതിക്കില്ല. മോശ അന്ന് ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ, അത് പിന്നെ പറയുന്നുണ്ട്, മോശ അന്ന് ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദൈവം ആ ജനത്തെ തുടച്ചു കളഞ്ഞേനെ. അപ്പൊ ദൈവത്വം അത്രയും അങ്ങോട്ട് അടുത്തിടപെട്ട് തടയാൻ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും അവൻ ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. നമ്മളെയൊക്കെ ഒത്തിരി നമുക്ക് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒത്തിരി അങ്ങോട്ട് സ്നേഹം കൂടുമ്പം ബഹുമാനം എന്ത് ചെയ്യാറുണ്ട്? കുറയാറുണ്ട്. നമുക്ക് സ്നേഹം കൂടുന്നതോറും എന്ത് ചെയ്യുന്ന ബഹുമാനം കുറയും. മോശയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു. ദൈവത്തോടുള്ള ഭയം, ദൈവഭയമുള്ളൊരു ലീഡറായിരുന്നു മോശ. ഇന്ന് പറ്റിയിരിക്കുന്നൊരു വലിയ പരാജയം നമുക്ക് ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ടു. ദൈവം ആക്കി വച്ചിരിക്കുന്ന ലീഡർഷിപ്പിനോടുള്ള, നേതൃത്വത്തോടുള്ള ഭയം നഷ്ടപ്പെട്ടു. ദൈവം നമുക്ക് നൽകുന്ന സ്ഥാനത്തോടുള്ള ഭയവും നമുക്ക് എന്ത് ചെയ്തു? ഞാൻ ആരാ? എന്നെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നതെന്നൊരു ബോധ്യം എനിക്ക് വേണം. എൻ്റെ സ്ഥാനം എന്തുവാന്നൊരു ബോധ്യം എനിക്ക് വേണം. എനിക്ക് ആ സ്ഥാനത്തോട് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. മോശ ഒരു ദൈവഭയമുള്ളൊരു ലീഡറായിരുന്നു. അതിനൊക്കെ ഒത്തിരി ഒരു വാക്യമല്ല, ഒത്തിരി സംഭവങ്ങൾ അതിനകത്തുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞു വെച്ചാൽ നിർത്താം. മോശയെക്കുറിച്ച് അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്നറിയാമോ? ഹി ലവ്ഡ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താൻ ഒരു ഇസ്രായേലിന് തൻ്റെ ജനവും കൂടെ വഴക്ക് പിടിക്കുന്ന കണ്ടപ്പോൾ മോശയ്ക്ക് സഹിച്ചില്ല. അവൻ തിന്ന ചോറിന് പോലും പിന്നെ നന്ദി കാണിക്കാൻ തിന്നില്ല. അതാ മിസ്രൈമ കൊട്ടാരത്തിൽ നിന്നായി ഇറങ്ങി വരുന്നേ, അവിടുന്ന് എല്ലാം കഴിച്ചേ. അവനെ അത്രയും ആക്കി തീർത്തത് അവനാ. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാക്കി കൊണ്ടുവന്നത് മിസ്രൈമ രാജാവാ. പക്ഷെ തൻ്റെ സ്വന്തം ജനത്തെ ഒരുത്തൻ അപമാനിക്കുന്നത് കണ്ടപ്പോൾ, അടിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചാടി ഇറങ്ങി എന്ത് ചെയ്യുന്നറിയോ? മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണെല്ലാം കുഴിച്ചിട്ടു. എന്തോ അവർ വെളിപ്പെടുത്തുന്നത്? സ്വന്തം ജനത്തോട് കൂറുള്ളൊരു മനുഷ്യനായിരുന്നു.
ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ നിങ്ങൾക്ക് അതുപോലൊരു സിമിലർ ഒരു സംഭവം കാണാം. ഒരു ഫെലിസ്ത്യൻ വന്ന് ഇസ്രയേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നത് കേട്ടപ്പോൾ അവന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. മക്കളുള്ളവരൊക്കെ കേട്ട് സുഖമായിട്ട് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദാവീദ്, ഇവൻ ആരാടാ നമ്മുടെ ദൈവത്തെ നിന്ദിക്കാൻ? ഈ അഗ്രചർമ്മി ആരാന്ന് അവന് സഹിച്ചില്ല. അവൻ ചാടി ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലീഡർഷിപ്പിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ പോരട്ടെ മുഴുവൻ കേൾക്കാം. ഞാൻ മിണ്ടാണ്ടിരുന്നേ ഉള്ളൂ. അവൻ എന്തൊക്കെ പറയുമെന്ന് ഞാനതെങ്കിൽ ആദ്യം ഷടപ്പ് എന്ന് പറയും. ആദ്യത്തെ വായടയ്ക്കും ഞാൻ. വേറെ ചിലരെന്ത് ചെയ്യും? ഞാൻ ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ അവൻ എന്തൊക്കെ പറയുമെന്നൊന്ന്, അവൻ എവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് അറിയട്ടെ, അവൻ എന്തൊക്കെ പറയുമെന്ന് ഞാൻ. അപ്പം എന്നാലും അതെല്ലാം കൂടെ കേൾക്കാമല്ലോ എനിക്ക്. മോസസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. മോശ അങ്ങനല്ലായിരുന്നു. ദാവീദ് അങ്ങനല്ലായിരുന്നു. അവൻ്റെ ദൈവത്തിനെതിരായിട്ടൊരുത്തൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൻ ചാടി ഇറങ്ങിയില്ല. കയ്യിലൊന്നും ഒന്നുമില്ല അവൻ്റെ. പടവുമില്ല, പടക്കോപ്പുമില്ല, ആയുധവുമില്ല. ആകെയുള്ളൊരു കവണയും കല്ലും കൊണ്ട് ഇറങ്ങിയേക്കുക. എന്തോതിനാ? ഐ വിൽ നെവർ അലൗ ഹിം ടു ഓപ്പൺ ഹിസ് മൗത്ത്. ഇനി അവൻ്റെ വാ തുറക്കാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. തമ്പുരാൻ അന്ന് കുറിച്ചിട്ടു, ഇവനെ എൻ്റെ ജനത്തിൻ്റെ നേതാവാക്കാൻ കൊള്ളാം. കൊച്ചുനാൾ തൊട്ട് ദൈവം നമ്മുടെയൊക്കെ ജീവിതം നോക്കും. എങ്ങനെയുണ്ടിത്? അനീതി വരുമ്പോഴും, അനീതിയോട്, മറ്റ് പല കാര്യങ്ങളോട്, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നോക്കും ഇവൻ എങ്ങനെയുണ്ട് ഓരോ രംഗത്തുനിന്ന്. അന്നേ തമ്പുരാൻ എന്ത് ചെയ്തിരിക്കുക? സിവിൽ സ്കോർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിന്നെക്കുറിച്ചുള്ളത്. നിനക്കുള്ള സ്കോർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവനെ കൊള്ളാം, എൻ്റെ ശുശ്രൂഷയ്ക്ക് കൊള്ളാം, പാസ്റ്ററാക്കാൻ കൊള്ളാം, ഇടയനാക്കാൻ കൊള്ളാം, ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാൻ കൊള്ളാം. ആള് വിശ്വസ്തനാ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച മോശയോടുകൂടെ നമ്മളത് അവസാനിപ്പിക്കും.